സന്തോഷമാണ് പറയാനുള്ളത്. സന്തോഷമുണ്ട്. 10.79 റെക്കോർഡ് പ്രതിഷ്ഠ ഓടിയത്. അത് ഇടാൻ പറ്റാത്തതിൽ ഒരു 9 മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസം. അതെ ഇടാൻ പറ്റാൻ ഭയങ്കര സങ്കടമുണ്ട്. അതിലെല്ലാം സന്തോഷമാണ്. പിന്നെ ആംഗിൾ ബെസ്റ്റ് മാച്ചിനോ ആംഗിൾ ഇഞ്ചുറി ഒരു മാസം ഉണ്ടായിരുന്നു. പാലക്കാടിന്റെ നിവേദ് കൃഷ്ണ വേഗരാജാവ് സീനിയർ ബോയ്സ് 100 മീറ്റർ ഫൈനലിൽ. കരുതിയിരുന്നത് 10.65 ഓടാന്നുള്ള പ്രതീക്ഷയായിരുന്നു. അതെ ആംഗിൾ ഇഞ്ചുറി പ്രശ്നം തന്നെയായിരുന്നു. ഒരു മാസത്തോളം റെസ്റ്റ് ആയിരുന്നു. വരുന്ന അവിടെ ഒരാഴ്ച വർക്കൗട്ട് കിട്ടിയിട്ടുള്ളൂ. അതെ തീർച്ചയായും നടക്കും. അവന്റെ ലൈഫ് ബെസ്റ്റ് പെർഫോമൻസ് ആണ്. കോൺഫിഡൻസ് ഉള്ള ഒരു ബോയ് ആണ്. യൂത്ത് നാഷണൽസ് ഒക്കെ വിൻ ചെയ്താണ്. ഒരു ഭാവിയുള്ള ഒരു കായികതാരമാണ്. ഇനി അടുത്ത നാഷണൽസ് പിടിക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇനി ഒരു വേൾഡ് ജൂനിയർ വരുന്നുണ്ട്. അപ്പൊ അതിന് ഇന്ത്യനെ പ്രതിനിധീകരിച്ച് പോകണമെന്നാണ് അടുത്ത ഒരു ലക്ഷ്യം. തീർച്ചയായിട്ടും ഉണ്ട്. ഇനി അടുത്ത മത്സരങ്ങൾ വരുമ്പോൾ സീനിയർ ലെവലിൽ മത്സരിച്ച് ജയിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഇവനെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. HRDS എന്ന് പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ചിറ്റൂരിലെ സ്കൂളും അതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവന്റെ അച്ഛൻ അതുപോലെ തന്നെ ദേശീയ താരമാണ്. അപ്പൊ മകന് അതെ 400, 100 ചെയ്തിട്ടുണ്ട്. നാഷണൽ അത്ലറ്റ് ആണ്. ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എല്ലാം നേടിയിട്ടുണ്ട്. അതെ അച്ഛൻ തന്നെ ഇൻസ്പിറേഷൻ. അച്ഛന്റെ പേരെന്താ? ജ്യോതി പ്രകാശ്. വന്നിട്ടുണ്ട്. അടുത്തുണ്ടോ? ഉണ്ട്. അച്ഛനവിടെ മാറി നിൽക്കുകയാണ്. അമ്മയാണ്. വളരെ സന്തോഷം. ഇതുവരെ സന്തോഷമില്ല. ഉപദേശം എനിക്ക് ഇന്റർനാഷണൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.